ലേൺ കൊമേഴ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നീമ സാറ ജോൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സിലെ ITC കണ്ടീഷൻസിനെ കുറിച്ചാണ്. അതായത് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്ലെയിം ചെയ്യണമെങ്കിൽ എന്തൊക്കെ കണ്ടീഷൻസ് ആണ് സാറ്റിസ്ഫൈ ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്താണെന്നും അതായത് ITUCയുടെ ഡെഫിനിഷൻ, മീനിങ് എന്താണെന്ന് മുൻപത്തെ വീഡിയോയിൽ ഒരു ഉദാഹരണ സഹിതം നമ്മൾ വിശദമായി പറഞ്ഞിരുന്നു. ഇനി നമുക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്ലെയിം ചെയ്യണമെങ്കിൽ എന്തൊക്കെ കണ്ടീഷൻസ് ആണ് സാറ്റിസ്ഫൈ ചെയ്യേണ്ടത് എന്ന് നോക്കാം. ഒന്നാമത്തെ കണ്ടീഷൻ, ഹി മസ്റ്റ് ബി രജിസ്റ്റേർഡ് ആസ് എ ടാക്സബിൾ പേഴ്സൺ അണ്ടർ GST. ITC ക്ലെയിം ചെയ്യാൻ ആഗ്രഹിക്കുന്ന സപ്ലയർ അഥവാ മാനുഫാക്ചറർ ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ആളായിരിക്കണം. ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സിൽ രജിസ്റ്റർ ചെയ്യണമെങ്കിൽ നമുക്കറിയാം, ഒരു ഫിനാൻഷ്യൽ ഇയറിൽ 40 ലക്ഷം രൂപയോ അതിൽ കൂടുതലോ ടേൺ ഓവർ ഉണ്ടായിരിക്കണം. സ്പെഷ്യൽ കാറ്റഗറി സ്റ്റേറ്റ്സിലോ ഹിൽ സ്റ്റേറ്റ്സിലോ ഉള്ള ആളാണെങ്കിൽ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ 10 ലക്ഷം രൂപയോ അതിൽ കൂടുതലോ ടേൺ ഓവർ ഉണ്ടായിരിക്കണം. ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സിൽ എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്, അതായത് GSTയുടെ രജിസ്ട്രേഷൻ പ്രൊസീജിയറിനെ പറ്റി നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ വിശദമായി പറഞ്ഞിരുന്നു. ITC ക്ലെയിം ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തി അല്ലെങ്കിൽ മാനുഫാക്ചറർ അല്ലെങ്കിൽ സപ്ലയർ ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ആളായിരിക്കണം. രണ്ടാമത്തെ കണ്ടീഷൻ, ഗുഡ്സ് ആൻഡ് സർവീസസ് ഓൺ വിച്ച് യു വാണ്ട് ടു ക്ലെയിം ITC ഷുഡ് ഹാവ് ബീൻ യൂസ്ഡ് ഓൺലി ഫോർ ബിസിനസ് പേർപ്പസസ്. അതായത് ITC എക്സ്പ്ലെയിൻ ചെയ്തിരുന്ന വീഡിയോയിൽ നമ്മൾ എക്സ് ലിമിറ്റഡ് എന്നൊരു സ്റ്റീൽ മാനുഫാക്ചറുടെ ഉദാഹരണം വിശദമായി പറഞ്ഞിരുന്നു. ഒരു സ്റ്റീൽ പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുന്നതിന് വേണ്ടി എക്സ് ലിമിറ്റഡ് എന്ന മാനുഫാക്ചറർ റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്തു എന്ന് നമ്മൾ ആ എക്സാമ്പിളിൽ പറഞ്ഞിരുന്നു. പർച്ചേസ് ചെയ്യുന്ന റോ മെറ്റീരിയൽസ് അല്ലെങ്കിൽ പർച്ചേസ് ചെയ്യുന്ന പ്രോഡക്റ്റുകൾ പേഴ്സണൽ പേർപ്പസിന് വേണ്ടിയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് അഥവാ ITC ക്ലെയിം ചെയ്യാൻ സാധിക്കുന്നതല്ല. പർച്ചേസ് ചെയ്യുന്ന റോ മെറ്റീരിയൽ ബിസിനസ് പേർപ്പസിന് വേണ്ടി യൂസ് ചെയ്തെങ്കിൽ മാത്രമേ ITC ക്ലെയിം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. മൂന്നാമത്തെ കണ്ടീഷൻ, ITC can be claimed on taxable as well as zero rated supplies. ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് അഥവാ GST ബാധകമാകുന്ന സപ്ലൈസ് അല്ലെങ്കിൽ ഗുഡ്സിനെയാണ് നമ്മൾ ടാക്സബിൾ സപ്ലൈസ് എന്ന് പറയുന്നത്. ITC ക്ലെയിം ചെയ്യണമെന്നുണ്ടെങ്കിൽ GST ബാധകമാകുന്ന ഗുഡ്സ് അല്ലെങ്കിൽ സപ്ലൈസ് ആയിരിക്കണം പ്രൊവൈഡ് ചെയ്തിരിക്കേണ്ടത്. അതേപോലെ തന്നെ സീറോ റേറ്റഡ് സപ്ലൈസിന്റെ മുകളിലും ITC ക്ലെയിം ചെയ്യാവുന്നതാണ്. അതായത് ഓവർസീസ് സപ്ലൈസ്, എക്സ്പോർട്സിനെയാണ് നമ്മൾ സീറോ റേറ്റഡ് സപ്ലൈസ് എന്ന് പറയുന്നത്. ടാക്സബിൾ സപ്ലൈസിന്റെ മുകളിലും അതേപോലെ തന്നെ സീറോ റേറ്റഡ് സപ്ലൈസിന്റെ മുകളിലും ITC ക്ലെയിം ചെയ്യാവുന്നതാണ്. നാലാമത്തെ കണ്ടീഷൻ, ടു ക്ലെയിം ITC യു നീഡ് സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ്. അതായത് ടാക്സ് ഇൻവോയ്സ്, ഡെബിറ്റ് നോട്ട്, ക്രെഡിറ്റ് നോട്ട്, ബിൽ ഓഫ് എൻട്രി തുടങ്ങിയ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് ഉണ്ടെങ്കിൽ മാത്രമേ ITC ക്ലെയിം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ എക്സാമ്പിളിൽ എക്സ് ലിമിറ്റഡ് എന്ന സ്റ്റീൽ മാനുഫാക്ചറർ റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്തു എന്ന് നമ്മൾ എക്സാമ്പിളിൽ പറഞ്ഞു. പർച്ചേസ് ചെയ്തതിന്റെ എവിഡൻസ് അല്ലെങ്കിൽ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് ആയ ടാക്സ് ഇൻവോയ്സ്, ഡെബിറ്റ് നോട്ട്, ക്രെഡിറ്റ് നോട്ട് ഒക്കെ സബ്മിറ്റ് ചെയ്തെങ്കിൽ മാത്രമേ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്ലെയിം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അഞ്ചാമത്തെ കണ്ടീഷൻ, it is mandatory to file all the goods and services tax return. ITC ക്ലെയിം ചെയ്യണമെന്നുണ്ടെങ്കിൽ ITC ക്ലെയിം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആ രജിസ്റ്റേർഡ് പേഴ്സൺ അല്ലെങ്കിൽ സപ്ലയർ അല്ലെങ്കിൽ മാനുഫാക്ചറർ ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സിലെ എല്ലാ റിട്ടേണുകളും പ്രോപ്പറായി സബ്മിറ്റ് ചെയ്തിരിക്കണം. അതായത് GSTR1, GSTR2, GSTR6, GSTR7 തുടങ്ങിയ ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് റിട്ടേണുകളെല്ലാം പ്രോപ്പറായി സബ്മിറ്റ് ചെയ്തെങ്കിൽ മാത്രമേ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്ലെയിം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ആറാമത്തെ കണ്ടീഷൻ, ടു ക്ലെയിം ITC the input tax must be paid through electronic cash ledger or electronic credit ledger. ITC എക്സ്പ്ലെയിൻ ചെയ്തിരുന്ന വീഡിയോയിൽ എക്സ് ലിമിറ്റഡിന്റെ സ്റ്റീൽ മാനുഫാക്ചറിന്റെ ഉദാഹരണം നമ്മൾ പറഞ്ഞിരുന്നു. അതിൽ നമ്മൾ പറഞ്ഞു, പർച്ചേസ് ചെയ്യുന്ന സമയത്ത് അതായത് റോ സ്റ്റീൽ ആൻഡ് റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഗവൺമെന്റിൽ ടാക്സ് ഡെപ്പോസിറ്റ് ചെയ്യും. അതിനെയാണ് ഇൻപുട്ട് ടാക്സ് എന്ന് പറയുന്നത് എന്ന് നമ്മൾ വിശദമായി മുൻപത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു.
ഇൻപുട്ട് ടാക്സ് ഗവൺമെന്റിലേക്ക് പേ ചെയ്യേണ്ടത് ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജർ അല്ലെങ്കിൽ ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജർ വഴി ആയിരിക്കണം. ഇലക്ട്രോണിക് ക്യാഷ് അല്ലെങ്കിൽ ക്രെഡിറ്റ് ലെഡ്ജർ വഴി ഇൻപുട്ട് ടാക്സ് പേ ചെയ്തെങ്കിൽ മാത്രമേ ITC അഥവാ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്ലെയിം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സിലെ ലെഡ്ജേഴ്സിനെ പറ്റി അടുത്ത് തന്നെ നമ്മളൊരു വീഡിയോ ചെയ്യുന്നതാണ്. ITC ക്ലെയിം ചെയ്യണമെന്നുണ്ടെങ്കിൽ മാനുഫാക്ചർ അല്ലെങ്കിൽ സപ്ലയർ ഇൻപുട്ട് ടാക്സ് ഗവൺമെന്റിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യേണ്ടത് ഇലക്ട്രോണിക് ക്യാഷ് അല്ലെങ്കിൽ ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജർ വഴി ആയിരിക്കണം. അടുത്ത കണ്ടീഷൻ, ഇഫ് ഗുഡ്സ് ആർ റിസീവ്ഡ് ഇൻ ലോട്ട്സ് claim ITC only after receiving the final lot. ഇൻസ്റ്റാൾമെന്റ്സിലോ ലോട്ട്സിലോ ആണ് ഗുഡ്സ് റിസീവ് ചെയ്യുന്നതെങ്കിൽ അവസാന ലോട്ടും അതായത് ഫൈനൽ ലോട്ട് അല്ലെങ്കിൽ ഫൈനൽ ഇൻസ്റ്റാൾമെന്റും റിസീവ് ചെയ്തതിന് ശേഷം മാത്രമേ ITC ക്ലെയിം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. 10 ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് അല്ലെങ്കിൽ 10 ലോട്ടായിട്ടാണ് ഗുഡ്സ് റിസീവ് ചെയ്യുന്നതെങ്കിൽ 10ാമത്തെ ഇൻസ്റ്റാൾമെന്റും അതായത് ഫൈനൽ ഇൻസ്റ്റാൾമെന്റും റിസീവ് ചെയ്തതിന് ശേഷം മാത്രമേ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്ലെയിം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ITC അഥവാ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്ലെയിം ചെയ്യണമെങ്കിൽ ഇത്രയും കണ്ടീഷൻസ് ഒരു രജിസ്റ്റേർഡ് പേഴ്സൺ അല്ലെങ്കിൽ ITC ക്ലെയിം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾ സാറ്റിസ്ഫൈ ചെയ്തിരിക്കണം. ഇനി ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റുമായി ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യമാണ് ITC is not applicable in case of composition taxpayers. കോമ്പോസിഷൻ ടാക്സ് പേയേഴ്സ് ആരാന്ന് നമ്മൾ GSTയുടെ ക്യാൻസലേഷൻ പ്രൊസീജിയർ പറഞ്ഞപ്പോൾ വിശദമായി പറഞ്ഞിട്ടുണ്ട്. അതായത് ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈസ് മാത്രം നടത്തുന്നവരെയാണ് നമ്മൾ കോമ്പോസിഷൻ ടാക്സ് പേയേഴ്സ് എന്ന് പറയുന്നത്. ബയറും സെല്ലറും ഒരേ സ്റ്റേറ്റിലാണെങ്കിൽ അതിനെ ഇൻട്രാ സ്റ്റേറ്റ് ട്രാൻസാക്ഷൻ എന്ന് പറയും എന്ന് നമ്മൾ മുൻപത്തെ വീഡിയോയിലെല്ലാം വിശദമായി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇൻട്രാ സ്റ്റേറ്റ് ട്രാൻസാക്ഷൻസ് മാത്രം നടത്തുന്നവരെയാണ് കോമ്പോസിഷൻ ടാക്സ് പേയേഴ്സ് എന്ന് പറയുന്നത്. അതായത് സ്മോൾ ടാക്സ് പേയേഴ്സ് ആയിരിക്കും കോമ്പോസിഷൻ ടാക്സ് പേയേഴ്സ്. അങ്ങനെ കോമ്പോസിഷൻ ടാക്സ് പേയേഴ്സിന്റെ കേസിൽ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് അല്ലെങ്കിൽ ITC ബാധകമല്ല. ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റിന്റെ കണ്ടീഷൻസ് എന്തൊക്കെയാണ് എന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.